നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി യേശുവിൽ മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഞാൻ ബിജു ചുവാറ്റൂന്നേൽ, പുളിങ്ങോ സൺഡേ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററാണ്. ഈ ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്, പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാണ്ടിമാക്കലച്ചനാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ചനോട് ചേർന്ന് ഈ ഇടവകയിൽ ഞങ്ങൾ 25 അധ്യാപകരാണ് വിശ്വാസ പരിശീലന ശുശ്രൂഷ നിർവഹിക്കുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലും തൊഴിൽ മേഖലകളിലുമൊക്കെ ആയിരുന്നിട്ടും തങ്ങൾക്ക് ദൈവം നൽകിയ സമയത്തിൻ്റെ ഒരു നല്ല ഭാഗം വരും തലമുറയ്ക്ക് ദൈവവിശ്വാസം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ ത്യാഗപൂർവ്വം മാറ്റിവെക്കുന്ന അധ്യാപകർ. ദൈവകൃപയോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെ പ്രാർത്ഥനയും സ്നേഹവും പ്രോത്സാഹനവും തങ്ങളുടെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാൻ ഈ അധ്യാപകരെ പ്രാപ്തരാക്കുന്നു. 2025 ജൂൺ 1 ഞായറാഴ്ച ബഹുമാനപ്പെട്ട വികാരിയച്ചൻ വിശ്വാസ ദീപം തെളിച്ച് ഈ അധ്യയന വർഷത്തെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അധ്യാപകരുടെ കാഴ്ച സമർപ്പണവും വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിയുള്ള സത്യപ്രതിജ്ഞയും ഈ മഹനീയ ദിനത്തിൻ്റെ മാറ്റുകൂട്ടി. 476 കുട്ടികൾ വിശ്വാസ പരിശീലനം നേടുന്ന ഈ സൺഡേ സ്കൂളിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 137 കുട്ടികൾ തിരുബാലിസഖ്യത്തിലും 5 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 339 കുട്ടികൾ ചെറുപുഷ്പ മിഷനിലെങ്കിലും അംഗങ്ങളാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് കുട്ടികൾ അതിരൂപതാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും തെരേസ് വടക്കിന് അതിരൂപതാ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം പങ്കെടുത്ത മറ്റെല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് നേടുവാനും കഴിഞ്ഞു. ചെറുപുഷ്പ മിഷനിലോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്കൊരു മുതൽക്കൂട്ടാണ്. സിസ്റ്റർ ഡീന SMS-ൻ്റെ നേതൃത്വത്തിലാണ് പുളിങ്ങോൺ ശാഖയുടെ തിരുബാലിസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ 27 ചെറുപുഴ വെച്ച് നടന്ന തിരുബാലിസഖ്യം മേഖലാ സാഹിത്യ മത്സരത്തിൽ നമ്മുടെ സൺഡേ സ്കൂള് ഈ തവണയും ഓവറോൾ 1ാം സ്ഥാനം നേടി എന്നുള്ളത് വളരെ അഭിമാനകരം തന്നെ. ഞാൻ ജോമറ്റ് വിജയ്, ചെറുപുഷ്പ മിഷലിംഗ് പുളിങ്ങോം ശാഖ പ്രസിഡൻ്റാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ചനോടും വൈസ് ഡയറക്ടർ സിസ്റ്റർ ജുവൽ മരിയ സിസ്റ്ററോടും ചെറുപുഴ മേഖലാ പ്രസിഡന്റ് ഷിജു വേങ്ങത്തടം സാറിനോടും ചേർന്ന് ദൈവാനുഗ്രഹത്താൽ ഏറ്റവും മികച്ച രീതിയിൽ പുളിങ്ങോം ശാഖയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ജൂൺ 8 ഞായറാഴ്ച ഈ വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂലൈ 6 5ാം ക്ലാസ്സിലെ കുട്ടികൾ CML സംഘടനയിൽ അംഗത്വം സ്വീകരിച്ചു. അതോടൊപ്പം നിലവിലുള്ള അംഗങ്ങൾ അംഗത്വം നവീകരിക്കുകയും ചെയ്തു. CMLൻ്റെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം, ബോധവൽക്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ വിവിധ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം രൂപതാ നിർദ്ദേശമനുസരിച്ചുള്ള ലഹരി വിരുദ്ധ ദിനം, ഡോക്ടേഴ്സ് ഡേ, പരിസ്ഥിതി ദിനം, കുഞ്ഞേട്ടൻ അനുസ്മരണം തുടങ്ങിയ എല്ലാ ദിനാചരണങ്ങളും വളരെ അർത്ഥവത്തായ രീതിയിൽ സംഘടിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാഖാതലത്തിലും മേഖലാതലത്തിലും രൂപതാതലത്തിലും സംഘടിപ്പിക്കപ്പെട്ട വിവിധ സാഹിത്യ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. മേഖലാതലത്തിൽ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ ശാഖയ്ക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. മിഷൻ ഞായറിനോടനുബന്ധിച്ച് ഒക്ടോബർ 19 അധ്യാപകർ, വാർഡ് കമ്മിറ്റിക്കാർ, രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ നമ്മുടെ ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ലഭിച്ച സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. മിഷൻ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ റീൽസ് നിർമ്മാണം ഏറെ ശ്രദ്ധേയമായിരുന്നു. CML അംഗങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വളരെ നല്ല ഒരു പച്ചക്കറിത്തോട്ടം നിലവിലുണ്ട്. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡെൻസി മടത്തിമാലിലും ജെസി ചേംബ്ലാക്കിലും സിജി മൈലക്കൽ ടീച്ചറും നൽകുന്ന സേവനങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ദൈവാനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. ഞാൻ സോഫിയാമ്മ ചൊവ്വാറ്റൂന്നേൽ, ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന അമ്മമാരുടെ ഒരു സംഘടനയാണ് മേരി മാതാ മാതൃവേദി. വികാരി അച്ഛനോടും ആനിമേറ്റർ സിസ്റ്ററിനോടുമൊപ്പം പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തന വർഷ ഭാരവാഹികൾ: പ്രസിഡന്റ് ശ്രീമതി സോഫിയാമ്മ ചൊവ്വാറ്റൂന്നേൽ, വൈസ് പ്രസിഡന്റ് ശ്രീമതി സാലി മറ്റത്തിൽ, സെക്രട്ടറി ശ്രീമതി ബിജി മാമ്പുഴയ്ക്കൽ, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ലാലി അമ്പാട്ടുപറമ്പിൽ,
ട്രഷറർ ശ്രീമതി ജെയ്സി ചാത്തനാട്ട്, സെനറ്റ് മെമ്പേഴ്സ് ശ്രീമതി റോസമ്മ ചാത്തനാട്ട്, ശ്രീമതി സിസിലി കുമ്മണിയിൽ. 2023-24 വർഷം യൂണിറ്റിന് A+ ലഭിക്കുകയുണ്ടായി. മേഖലാതല സമ്മാനങ്ങൾ: കലാസാഹിത്യ 3-ാം സ്ഥാനം, കായിക മത്സരം 2-ാം സ്ഥാനം. സംഘടനാ പ്രവർത്തനങ്ങൾ: അമ്മമാർക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, ആരാധന, വിശുദ്ധ കുർബാന എന്നിവ നടത്തിവരുന്നു. രോഗീ സന്ദർശനം, ഭവന സന്ദർശനം, സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ഭവന പുനർനിർമ്മാണ സഹായം, അഗതി മന്ദിര സന്ദർശനം എന്നിവ നടത്തിവരുന്നു. അമ്മമാർക്കായി തീർത്ഥാടന യാത്രകളും ഉല്ലാസയാത്രകളും നടത്തിവരുന്നു. അതിരൂപത മേഖല നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും യൂണിറ്റ് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. നിത്യേന ദിവ്യബലിയിലും നോമ്പാചരണങ്ങളിലും ഇടവക തിരുനാളുകളിലും അമ്മമാരുടെ സജീവ സാന്നിധ്യം ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 40-ാമത്തെ തിരുവചനം. ഈ ചെറിയ സഹോദരനിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എന്ന തിരുവചനത്തിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ഒരു യൂണിറ്റ് ഈ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഞാൻ സംഘടനയുടെ സെക്രട്ടറിയാണ് ജോസ് ഓരത്തേൽ. ഇപ്പോഴത്തെ ആധ്യാത്മിക ഉപദേഷ്ടാവായ ബഹുമാനപ്പെട്ട ആഗസ്റ്റിൻ പാണ്ഡ്യമംഗലച്ചൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് ശ്രീ ബിനോയ് പാറാന്തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 9 പ്രവർത്തനങ്ങൾ ഇടവകയിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്നു. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യത്തോടെ പ്രതിവാര യോഗങ്ങൾ, ഭവന സന്ദർശനം, ദത്തുകുടുംബ പരിപാലനം, രോഗി സന്ദർശനം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം, സഹായം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുന്നു. ദൈവത്തിന് സ്തുതി. ഞാൻ ലിസി തോമസ് പാറടിയിൽ, തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ദീപം മംഗള സഭാ സംഘ സെക്രട്ടറിയാണ്. 2025 ഏപ്രിൽ 8-നാണ് പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദീപം മംഗള സഭാ സംഘം ഇപ്പോൾ ജൂബിലിയുടെ നിറവിലാണ്. 2000 മെയ് 8-ന് ആരംഭിച്ച ദീപം മംഗള സഭാ സംഘം 25 വർഷത്തെ സുദീർഘ സേവനത്തിനുള്ള അവാർഡ് നേടിക്കഴിഞ്ഞു. കർഷക ദിനം, അധ്യാപക ദിനം, TSS ദിനം, സേവന ദിനം തുടങ്ങിയ പ്രധാനപ്പെട്ട ദിനാചരണങ്ങളോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഓണക്കിറ്റ് വിതരണം, ക്യാൻസർ രോഗികൾക്ക് മുടിദാനം, രോഗീ സന്ദർശനം, ചികിത്സാ സഹായം കൂടാതെ അംഗങ്ങൾക്ക് ബാങ്കുമായി സഹകരിച്ച് 1.5 കോടിയോളം രൂപ വായ്പയായി നൽകാനും സാധിച്ചു. വിഷരഹിതമായ ബയോമോഡേൺ കറി പൗഡറുകളും മറ്റ് സ്വാഭിമാന ഉൽപ്പന്നങ്ങളും ജനങ്ങളിൽ എത്തിയിരിക്കുന്നു. അതിനായി എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക സ്റ്റാൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മേഖലാതലത്തിലും രൂപതാതലത്തിലും വളരെ മികവാർന്ന പ്രവർത്തനങ്ങൾ ദീപം മംഗള സഭാ സംഘം കാഴ്ചവെക്കുന്നു.